പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ബൃഹത്തായ ഒരു രക്ഷാകര പദ്ധതിയാണ് ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൻ്റെ ദുരന്തഭൂമിയിൽ നിന്ന് തൻ്റെ സ്വന്തം ജനത്തെ രക്ഷിച്ച് സിനായ് മരുഭൂമിയിൽ വെച്ച് ദൈവം അവരുമായി ചെയ്ത ഉടമ്പടി. അന്ന് ദൈവം അവരോട് പറഞ്ഞു, എന്നെ അനുസരിക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഏതാണ്ട് 430 വർഷമാണ് ദൈവജനം ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നത്. സ്ത്രീകളും കുട്ടികളും കൂടാതെ 6 ലക്ഷത്തോളം പുരുഷന്മാരെയും മറ്റു ജനതകളിൽപ്പെട്ടവരെയും ദൈവം ഫറവോയിൽ നിന്നും മോചിപ്പിച്ച് ചെങ്കടൽ കടത്തി 40 വർഷം മരുഭൂമിയിലൂടെ നയിച്ചു. എന്നാൽ ദുശ്ശാഠ്യക്കാരായ മക്കൾ ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചു, ദൈവത്തോട് മറുതലിച്ചു, പരസ്പരം ആക്രമിച്ചു. എങ്കിലും ദൈവം അവരെ ശിക്ഷണം നൽകിയും പലപ്പോഴും ശിക്ഷിച്ചും വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയായ ജോർദാൻ്റെ കിഴക്കേക്കരയിൽ മോവാബ് സമതലത്തിലെത്തിച്ചു. അവിടെ വെച്ച് മോശ അവരോട് അവസാനമായി പറയുന്ന ഒരു പ്രബോധനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന ഇന്നത്തെ നമ്മുടെ ചിന്താവചനം. പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്ന ബൈബിളിലെ ആദ്യ 5 പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലെ അവസാന ഗ്രന്ഥമായ നിയമാവർത്തന പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനമാണ്. വചനമിതാണ്: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരുന്നതുപോലെ ദൈവം ഇത്രയ്ക്കടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഒരു നിമിഷം അവരത് കേട്ടപ്പോൾ മോശ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് സൃഷ്ടിച്ചപ്പോൾ മുതലുള്ള കാലം മുതലിങ്ങോട്ട് ഇത്രയ്ക്ക് മഹത്തായ ഒരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ അനുദിന ജീവിതത്തെ ഒരു ആത്മപരിശോധനയുടെ ആവൃത്തിയിൽ നിർത്തി ഒന്ന് പരിശോധിക്കുക. എത്രയെത്ര ദൈവാനുഭവങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മാരകമായ എത്രയെത്ര അപകടമുഖങ്ങളിൽ നിന്നാണ് നാം എല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളത്. ആശുപത്രി കിടക്കുകളിലും അന്യദേശത്തെ ഒറ്റപ്പെടലുകളിലും അവൻ നമ്മെ ചേർത്ത് പിടിച്ചിട്ടില്ലേ? ഹൃദയം നൊന്ത് വിളിച്ചപ്പോൾ അവൻ നമുക്ക് സമീപസ്ഥനായിരുന്നില്ലേ? അവൻ്റെ വചനങ്ങൾ നമ്മൾക്ക് വഴികാട്ടിയും നമ്മുടെ മെഴുനീരൊപ്പുന്നതുമായിരുന്നില്ലേ? പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കൈവിടില്ല. നമ്മൾ എത്ര മർദ്ദലിച്ചാലും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗീയ കാനാൻ ദേശം അവൻ നമുക്ക് തരിക തന്നെ ചെയ്യും. ആമേൻ.